ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 2021 ജൂലൈ നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന അക്കൗണ്ട് ടെസ്റ്റ് ഹയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഇത് ലോവറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഓൾറെഡി നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഈ ലോവറിൻ്റെയും ഹയറിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുന്നത് നന്നായിരിക്കും. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുക, അപ്പോൾ അതിൽ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ അതുപോലെ എൻ്റെ വീഡിയോ ലെസൺസ് ഒക്കെ കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണുക, അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുക. ഫൈനാൻഷ്യൽ കോഡൊക്കെ ഞാൻ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിലെയും പ്രധാന ചോദ്യങ്ങളും പരിചയപ്പെടുത്തി പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണുക. അതുപോലെ എൻ്റെ സർവീസ് റൂൾസിൻ്റെ ക്ലാസ്സുകൾ, ട്രഷറി കോഡിൻ്റെ ക്ലാസ്സുകൾ, അക്കൗണ്ട് കോഡിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ KERൻ്റെ ക്ലാസ്സുകൾ, ഇതൊക്കെ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ചാനൽ ആദ്യമായിട്ടാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. താരതമ്യേന ലളിതമായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. ഒന്നാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് റിപ്ലൈസ് ടു ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഓഫ് അക്കൗണ്ടന്റ് ജനറൽ ഷുഡ് ബി സെൻഡ് വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. അപ്പോൾ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ AGക്ക് ഫസ്റ്റ് റിപ്ലൈ കൊടുക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? അത് 4 weeks എന്നാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ C 4 weeks. രണ്ടാമത്തേത്, ടു നോട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് ദ പെൻഡിങ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്സ് ആൻഡ് പാരാസ് എ രജിസ്റ്റർ ഷുഡ് ബി മെയിൻറ്റെയിൻ ഇൻ എവറി ഓഫീസ്. അതിൻ്റെ ഫോം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. And the right answer option B, form 4B. When a particular type of payment has been objected to by audit, can a similar payment be made by a departmental officer? അതായത് ഓഡിറ്റ് ഒബ്ജക്ഷനിലുള്ളത് നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റൽ ഓഫീസർക്ക് പേ ചെയ്യാൻ പറ്റുമെന്നാണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ C, the head of office has to ensure that a similar payment is not made before the audit objection is finally cleared. ഓഡിറ്റ് ഒബ്ജക്ഷന് മുമ്പ് പേയ്മെന്റ് നടത്തിയിട്ടുള്ളത് അത് ഓഡിറ്റ് ഒബ്ജക്ഷനിൽ ഫൈനലി ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നാലാമത്തെ ചോദ്യം, ദ മാക്സിമം പീരീഡ് ബൈ വിച്ച് എ ഗവൺമെന്റ് എംപ്ലോയി ക്യാൻ സബ്മിറ്റ് റെപ്രസെന്റേഷൻ ഓർ പ്രൊട്ടസ്റ്റ് അഗേൻസ്റ്റ് റിക്കവറി ഓഡിറ്റ് ബൈ അക്കൗണ്ടന്റ് ജനറൽ ഈസ് 3 months ആഫ്റ്റർ റിസിപ്റ്റ് ഓഫ് ദ നോട്ടീസ്. AGയുടെ നോട്ടീസിന് 3 മാസത്തിനുള്ളിലാണ് അത് എന്ത് ചെയ്യണം, 3 മാസം കഴിഞ്ഞിട്ടാണ് അതെന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ ഗവൺമെൻറ് എംപ്ലോയിക്ക് ആൻഡ് സബ്മിറ്റ് റെപ്രസെൻറ്റേഷൻ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ കഴിയുന്നു. ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ കഴിയുന്ന 3 മാസത്തിനുള്ളിലാണത്. അഞ്ചാമത്തെ ചോദ്യം, ഈച്ച് ഹെഡ് ഓഫ് ഓഫീസ് ഷുഡ് മെയിൻറ്റെയിൻ രജിസ്റ്റർ ഇൻ ഡാഷ് ഫോർ ഓൾ സ്പെഷ്യൽ അഡ്വാൻസസ് ഡ്രോൺ ബൈ ഹിം. സ്പെഷ്യൽ അഡ്വാൻസസിന് വേണ്ടി കീപ്പ് ചെയ്യേണ്ട ഫോം, അത് ഓപ്ഷൻ A form 5 ആണ്. ആറാമത്തെ ചോദ്യം, ബഡ്ജറ്റ് ഈസ് ഓൾസോ നോൺ ആസ്. ബഡ്ജറ്റ് നമ്മളത് കേരള ബജറ്റ് മാനുവലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ബഡ്ജറ്റിൻ്റെ മറ്റൊരു പേരാണ് അതിൻ്റെ ഓപ്ഷൻ C ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഏഴാമത്തെ ചോദ്യം, ഹൂസ് അപ്രൂവൽ ഈസ് നെസസറി ഫോർ ദ ഇൻട്രഡക്ഷൻ ഓഫ് എ ന്യൂ മേജർ ഹെഡ്. പുതിയ ഒരു മേജർ ഹെഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആരുടെ പെർമിഷനാണ് വേണ്ടത്? ഓപ്ഷൻ C ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. എട്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സോൾ ലീഗൽ അതോറിറ്റി ഫോർ ഇൻകറിംഗ് എക്സ്പെൻഡിച്ചർ ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് തുക പിൻവലിക്കാനുള്ള ലീഗൽ അതോറിറ്റി, അത് അപ്രോപ്രിയേഷൻ ആക്ട് ആണ്. ഓപ്ഷൻ A. ഒമ്പതാമത്തെ ചോദ്യം, വിച്ച് മാർക്സ് ദ കൺക്ലൂഷൻ ഓഫ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ദ ബഡ്ജറ്ററി സൈക്കിൾസ്. അതും കേരള ബജറ്റ് മാനുവലുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ബജറ്ററി സൈക്കിൾസുമായി ബന്ധപ്പെട്ട് എപ്പോഴും നിരവധി ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തേത് ഓപ്ഷൻ D പാസിംഗ് ഓഫ് ബഡ്ജറ്റ് ആണ്. വിച്ച് ലെജിസ്ലേറ്റീവ് കമ്മിറ്റി ഈസ് റെസ്പോൺസിബിൾ ടു സജസ്റ്റ് ഓൾട്ടർനേറ്റീവ് പോളിസീസ് ഇൻ ഓർഡർ ടു ബ്രിങ് അബൌട്ട് എഫിഷ്യൻസി ആൻഡ് എക്കണോമി ഇൻ അഡ്മിനിസ്ട്രേഷൻ. ബജറ്റ് മാനുവലുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. ഓപ്ഷൻ A കമ്മിറ്റി ഓൺ എസ്റ്റിമേറ്റ്സ് ആണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. 11ാമത്തെ, പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് കൺട്രോൾ ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് എക്സസൈസ് ബൈ. ഓപ്ഷൻ D ലെജിസ്ലേച്ചർ ആണ്, എക്സിക്യൂട്ടീവ് ആൻഡ് ഓഡിറ്റ്. 12ാമത്തേത്, ഇൻ വിച്ച് ബജറ്റ് ഡോക്യുമെന്റ് ദ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഗവൺമെന്റ് ഈസ് ഇൻക്ലൂഡഡ്. സർക്കാരിന്റെ അസറ്റ്സും ലയബിലിറ്റീസും കാണിക്കുന്നത്. ഓപ്ഷൻ C എക്സ്പ്ലനേറ്ററി മെമ്മോറണ്ടം ഓൺ ദ ബജറ്റ്. 13ാമത്തെ ചോദ്യം, ഡാഷ് വിൽ ഫർണിഷ് ദ ഗവൺമെന്റ് വിത്ത് ദ ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ് ടു എനാബിൾ ദ ഗവൺമെന്റ് ടു റിവ്യൂ ദ ട്രാൻസാക്ഷൻസ്. ഓപ്ഷൻ D അക്കൗണ്ടന്റ് ജനറൽ ആണ് കറക്റ്റ് ആൻസർ. 14ാമത്തെ, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് ലോൺസ് ടു ലോക്കൽ ബോഡീസ് ആർ ഇഷ്യൂഡ് ബൈ ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ് ഓഡിറ്റ്. ഓപ്ഷൻ B
15ാമത്തെ റൈറ്റ് കോൺട്രാക്ട് ഈസ് സെറ്റിൽഡ് ബൈ. ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ഒത്തിരി വട്ടം ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യമാണത്. റൈറ്റ് കോൺട്രാക്ട് സെറ്റിൽ ചെയ്യുന്നത് ഓപ്ഷൻ ബി സ്റ്റോഴ്സ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണത്. 16ാമത്തേത് the minimum time allowed to tender to submit tender for ordinary stores which can be procured within the countries. രാജ്യത്ത് നിന്നുള്ള സാധനങ്ങളാണ് ഒരു സ്റ്റോറിലേക്ക് സപ്ലൈ ചെയ്യണമെങ്കിൽ അത് ഒരു മാസത്തിനുള്ളിലാണ് അത് ചെയ്യേണ്ടത്. അതിനുള്ള സമയം അതാണ് മിനിമം ടൈം 1 month ആണ് ഓപ്ഷൻ സി. 17ാമത്തെ ചോദ്യം when jail works are executed by the contract system dash should be employed by the contractor. ജയിലിന്റെ വർക്കുകൾ ചെയ്യുമ്പോൾ കോൺട്രാക്ടർക്ക് ലഭിക്കുന്നത് ഓപ്ഷൻ ഡി ജയിൽ ലേബർ ആണ്. 18ാമത്തേത് the allowances paid in lieu of the rights enjoyed by some former Rajas chieftains. അതാണ് ഓപ്ഷൻ ഡി മലിഖാനാസ് എന്നറിയപ്പെടുന്നത്. 19ാമത്തേത് no money can be withdrawn from the Consolidated Fund without Appropriation Act. ഓപ്ഷൻ സി. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കുറച്ച് മുമ്പ് നമ്മൾ കണ്ടിരുന്നതാണ്. 20ാമത്തെ ചോദ്യം അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ഫിനാൻസ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് വിത്ത് റെഫറൻസ് ടു ദ ബുക്ക് ഓഫ് അക്കൗണ്ടന്റ് ജനറൽ. 21ാമത്തെ ചോദ്യം കേരള കണ്ടിജൻസി ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ ഓപ്ഷൻ ബി 1957 ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 22ാമത്തേത് ദ ട്രഷറി ഓഫീസർ മെയിൻറ്റെയിൻ ഡാഷ് രജിസ്റ്റർ ടു വാച്ച് ബഡ്ജറ്റ് അലോക്കേഷൻ. ബഡ്ജറ്റ് അലോക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം കീപ്പ് ചെയ്യുന്നത് ഓപ്ഷൻ സി അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്റർ എന്നാണ് അത് അറിയപ്പെടുന്നത്. 23ാമത്തേത് ദ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് കോമൺലി റെഫേർഡ് ടു ആസ് ദ ഡാഷ് ഓപ്ഷൻ സി ബജറ്റ്. ഈ ചോദ്യം തന്നെയാണ് നമ്മൾ നേരെ തിരിച്ചും കണ്ടത്. 24ാമത്തേത് ഇൻ വിച്ച് മന്ത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂസ് സർക്കുലർ ടു ഓൾ ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് അതർ എസ്റ്റിമേറ്റിംഗ് ഓഫീസേഴ്സ് ടു സ്റ്റാർട്ട് ദ പ്രിപ്പറേഷൻ ആൻഡ് ദ സബ്മിഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റൽ എസ്റ്റിമേറ്റ്സ്. ബജറ്റിന്റെ ആദ്യ സ്റ്റേജ് ആരംഭിക്കുന്നത് ഏത് മാസമാണെന്നാണ് ഓപ്ഷൻ ഡി ജൂലൈയിലാണ് അതിന്റെ ആദ്യ സർക്കുലർ പോകുന്നത്. ആ ചോദ്യം തന്നെ വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. 25ാമത്തെ ചോദ്യം ദ ഫസ്റ്റ് സ്റ്റേജ് ദ പ്രിപ്പറേഷൻ ഓഫ് ദ ബജറ്റ് സ്റ്റാർട്ട്സ് ഇൻ ദ മന്ത് ഓഫ് ഓപ്ഷൻ എ ജൂലൈ ആണ് അതിന് കറക്റ്റ് ആൻസർ. 26ാമത്തേത് ഹൗ മെനി സ്റ്റേജസ് ആർ ദർ ഇൻ എ ബഡ്ജറ്ററി സൈക്കിൾസ് ഓപ്ഷൻ ബി 4. താരതമ്യേന ഞാൻ പറഞ്ഞു ലളിതമായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നത്. വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. 27ാമത്തേത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് ഓഫ് 4 ബഡ്ജറ്ററി സൈക്കിൾസ് ഓപ്ഷൻ ഡി പ്രിപ്പറേഷൻ ഓഫ് ദ ബജറ്റ്. 28ാമത്തേത് the last date for submitting departmental estimates is 30th November. 29ാമത്തെ ചോദ്യം ഡിപ്പാർട്ട്മെന്റൽ എസ്റ്റിമേറ്റ്സ് ആർ സ്ക്രൂട്ടിനൈസ്ഡ് ബൈ അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഓപ്ഷൻ ഡി. ഈ ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അക്കൗണ്ട് ടെസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ ലോവറും ഹയറും കൂടി ഒരുമിച്ച് ചെയ്യണമെന്ന് പറയുന്നത്. ഈ 2021 ജൂലൈയിലെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ലോവറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കുറച്ച് ടഫായിരുന്നത്. അതേസമയം ഹയറിൻ്റെ KFCയുടെ ഹയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ സിമ്പിളായിരുന്നു. അതുകൊണ്ടാണ് അത് രണ്ടും ഒരുമിച്ച് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. 30ാമത്തെ ചോദ്യം ദ ബജറ്റ് ഈസ് റെഡി ഫോർ പ്രസന്റേഷൻ ടു ദ ലെജിസ്ലേച്ചർ ബൈ അബൌട്ട് ദ എൻഡ് ഓഫ് അത് ഓപ്ഷൻ ഡി ഫെബ്രുവരി ആണ്. 31ാമത്തേത് എ റിക്വസ്റ്റ് ഫ്രം ദ എക്സിക്യൂട്ടീവ് ടു ദ ലെജിസ്ലേച്ചർ ഫോർ എ സ്പെസിഫൈഡ് സം ഓഫ് മണി ടു ഫിനാൻസ് എ പർട്ടിക്കുലർ സർവീസ് ഡ്യൂറിംഗ് ദ ഇയർ ഈസ് കോൾഡ് അതിനാണ് നമ്മൾ പറയുന്നത് ഓപ്ഷൻ ബി ഡിമാൻഡ് ഫോർ ഗ്രാന്റ്. 32ാമത്തേത് വിച്ച് ഈസ് എ ലീഗൽ അതോറിറ്റി ഫോർ ദ വിത്ഡ്രോവൽ ഓഫ് മണി ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട്. കണ്ട ആ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓപ്ഷൻ ഡി അപ്രോപ്രിയേഷൻ ആക്ട്. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. 33ാമത്തേത് വാട്ട് ഈസ് ടു ബി ഡൺ ബൈ ദ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വെൻ എ ഗസറ്റഡ് ഓഫീസർ അപ്ലൈഡ് ഫോർ ദ ലീവ് വിച്ച് ദ ഗവൺമെന്റ് ക്യാൻ അലോൺ ഗ്രാന്റ് ഓർ റിഫ്യൂസ് സച്ച് ലീവ്. ഒരു ഗസറ്റഡ് ഓഫീസർ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഓപ്ഷൻ സി ഹി ക്യാൻ റെക്കമെൻഡ് ദ ഗവൺമെന്റ് ടു റിഫ്യൂസ് ഓർ ടു ഗ്രാന്റ് ദ ലീവ് അപ്ലൈഡ് ഫോർ. അദ്ദേഹത്തിന് അത് സർക്കാരിലേക്ക് അയക്കാം എന്നേ ഉള്ളൂ. അത് ഗവൺമെന്റാണ് നിശ്ചയിക്കുന്നത് അത്രയും ലീവുകൾ കൊടുക്കണോ വേണ്ടേന്ന്. 34ാമത്തെ ചോദ്യം ഡീറ്റെയിൽസ് ഓഫ് ഡോക്യുമെന്റ്സ് സച്ച് ആസ് ഡീഡ്സ് അഗ്രിമെന്റ്സ് എക്സെട്ര ഇൻ എ ഗവൺമെന്റ് ഓഫീസ് ഷാൽ ബി എൻറ്റേർഡ് ഇൻ ഡാഷ് രജിസ്റ്റർ. ആ രജിസ്റ്ററാണ് നമ്മൾ രജിസ്റ്റർ ഓഫ് വാല്യുബിൾസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി. 35ാമത്തേത് ഹൂ ഇസ് ഓതറൈസ്ഡ് കസ്റ്റോഡിയൻ ഓഫ് വാല്യുബിൾ ഡോക്യുമെന്റ്സ് ലൈക്ക് ഡീഡ്സ് ഓഫ് ബിൽഡിംഗ് പർച്ചേസ് ബൈ ഗവൺമെന്റ് ആൻഡ് ബോണ്ട്സ് ഓഫ് എൻഡോമെന്റ്സ് മെയ്ഡ്. വാല്യുബിൾ ഡോക്യുമെന്റ്സ് എല്ലാം കീപ്പ് ചെയ്യുന്നത് ചീഫ് സെക്രട്ടറി ടു ഗവൺമെന്റ് ആണ് ഓപ്ഷൻ സി. 36ാമത്തേത് വെൻ എ നോൺ ഗസറ്റഡ് ഗവൺമെന്റ് സർവന്റ് അപ്പോയിന്റഡ് ആസ് ഗസറ്റ് ഓഫീസർ ഹിസ് സർവീസ് പർട്ടിക്കുലേഴ്സ് വിൽ ബി മെയിൻറ്റെയിൻ ബൈ ഓപ്ഷൻ എ അക്കൗണ്ടന്റ് ജനറൽ. ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ സർവീസ് പർട്ടിക്കുലേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് അക്കൗണ്ടന്റ് ജനറൽ ആണ്. 37ാമത്തെ ചോദ്യം സർവീസ് ഡീറ്റെയിൽസ് ഓഫ് നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ് ആർ മെയിൻറ്റെയിൻഡ് ഇൻ ഓപ്ഷൻ ബി ഈ സർവീസ് ബുക്ക് ആണ് കറക്റ്റ് ആൻസർ. A record of services of every government servant should be maintained in accordance with
Option D, service rules applicable to each case. 39th ചോദ്യം, when a gazetted government servant is confirmed in his appointment, his service book shall be kept by. ഇതൊരു സിമിലർ ചോദ്യമാണ്, കുറച്ചു മുമ്പ് നമ്മൾ കണ്ടത്. ഗസറ്റഡ് ഗവൺമെന്റ് സർവന്റിന്റെ കേസിൽ അത് കീപ്പ് ചെയ്യുന്നത് അക്കൗണ്ടന്റ് ജനറൽ ആണ്. ഓപ്ഷൻ ഡി. 40ാമത്തേത്, all books on periodicals received in an office will be entered in a register maintained in. ഓപ്ഷൻ എ, ഫോം 19. ഈ ചോദ്യം വളരെ ശ്രദ്ധിക്കണം, ഒത്തിരി വട്ടം ഇത് ചോദിച്ചിട്ടുണ്ട്. 41ാമത്തെ ചോദ്യം, ഫോം 19 ഓഫ് KFC ഈസ് യൂസ് ടു റെക്കോർഡ്. കണ്ടോ, ഫോം 19 വീണ്ടും തിരിച്ചു ചോദിച്ചിരിക്കുകയാണ്. ഓപ്ഷൻ ബി, ബുക്സ് ആൻഡ് പീരിയോഡിക്കൽസ് എന്നാണ്. 42ാമത്തെ ചോദ്യം, ഇഫ് എ ക്ലർക്ക് ഫൈൻഡ് ഇറ്റ്സ് നെസസറി ടു മേക്ക് എ കറക്ഷൻ ഇൻ ദ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ കറക്ഷൻ വരുത്തേണ്ടത് എങ്ങനെയാണെന്നാണ് നമ്മൾ വീഡിയോ ലെസൺസിൽ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത്. ഓപ്ഷൻ എ, ക്യാൻസൽ ദ റോങ് എൻട്രി ഇൻ റെഡിങ് ആൻഡ് ഇൻസേർട്ട് ദ കറക്റ്റ് എൻട്രി ആൻഡ് ഗെറ്റ് ഇറ്റ് അറ്റസ്റ്റഡ് ബൈ ദ ഹെഡ് ഓഫ് ഓഫീസ്. 43ാമത്തേത്, ടു റെമിറ്റ് ദ ഡെയിലി കളക്ഷൻ ₹3,84,000 ഓഫ് എ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ടു ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സിറ്റുവേറ്റഡ് ഇൻ ദ സെയിം ബിൽഡിംഗ് മേ ബി എൻട്രസ്റ്റഡ് വിത്ത്. അത് എമൗണ്ട് കൂടുതലായതുകൊണ്ട് ഓപ്ഷൻ എ, സൂപ്പർവൈസറി ഓഫീസർ ആൻഡ് പ്യൂൺ. 44ാമത്തേത്, ഫിഡലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് ഈസ് എ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ് ഫിഡലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ്. 45ാമത്തേത്, the amount of security required for each security post to be covered by fidelity insurance should be fixed with a due regard to the circumstances, with a due regard to the local conditions, with the rules contained in the departmental code. Option D, with regard to all the above. എയും ബിയും സിയും കറക്റ്റ് ആണെന്നാണ് എൻ്റെ അർത്ഥം. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 46ാമത്തേത്, രജിസ്റ്റർ ഓഫ് ഫിഡലിറ്റി ഗ്യാരണ്ടി പോളിസീസ് ഈസ് ഇൻ ഫോം നമ്പർ 43 ആണ്. ഓപ്ഷൻ ബി. 47ാമത്തേത്, ഗവൺമെന്റ് വിൽ പേ ഡാഷ് ഇൻട്രസ്റ്റ് ഓഫ് എനി ഡെപ്പോസിറ്റ് ഹെൽഡ് ബൈ ദം ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. ക്യാഷ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നതിന് നോ ഇൻട്രസ്റ്റ് എന്നാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. 48ാമത്തെ ചോദ്യം, when the contractor furnish security deposit in the form of cash, government will pay no interest for the deposit. അതിനാണ് തൊട്ട് മുമ്പുള്ള ചോദ്യത്തിലും കണ്ടത്. 49ാമത്തേത്, the security taken from a contractor should be in Treasury Savings Bank Deposit, Post Office Savings Bank Deposit, Post Office Cash Certificates. എൻ്റെ കറക്റ്റ് ആൻസർ ഓൾ ദ എബോവ് എന്നാണ്. കോൺട്രാക്ടറിൽ നിന്ന് മേടിക്കുന്ന സെക്യൂരിറ്റി ഇതിനകത്ത് ഏത് വേണമെങ്കിലും ആവാം. 50ാമത്തേത്, when a security is taken from a contractor for the fulfillment of work entrusted in the form of fixed deposit receipts of a recognized bank, what is the point the officer has to see if the fixed deposit is in the name of the pledger? പ്ലഡ്ജറിന്റെ പേരിലാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നാണ് ചോദ്യം. അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, the bank should certify on the deposit receipt that the deposit can be withdrawn only on the demand or with the sanction of the pledger. റെസിപ്റ്റിന്റെ ബാക്കിൽ അങ്ങനെ എഴുതി വയ്ക്കും, പ്ലഡ്ജറുടെ സാങ്ഷൻ ഇല്ലാതെ ഇത് പിൻവലിക്കാൻ പാടില്ല. 51ാമത്തെ ചോദ്യം, രജിസ്ട്രേഷൻ ഓഫ് സെക്യൂരിറ്റി ബോണ്ട് ഈസ് കമ്പൽസറി ഇഫ് ദ സെക്യൂരിറ്റി ഫർണിഷ്ഡ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഓപ്ഷൻ എ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. 52ാമത്തെ ചോദ്യം, if registration of security bond is considered necessary, it should be done at the expense of. ഗവൺമെന്റ് ആണ് അതിന്റെ എക്സ്പെൻസ് എടുക്കുന്നത്. ഓപ്ഷൻ സി. 53ാമത്തെ ചോദ്യം, ഡിസ്ക്രിഷണറി ഗ്രാൻസ് മേ ബി സാങ്ഷൻഡ് ബൈ. ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് കൊടുക്കാറുണ്ട്, റവന്യൂ ഡിവിഷൻ ഓഫീസേഴ്സ് കൊടുക്കാറുണ്ട്, തഹസീൽദാർസ് കൊടുക്കാറുണ്ട്. നമ്മളെ വീഡിയോ ലെസൺസിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഓൾ ദ എബവ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. 54ാമത്തേത്, the grant sanctioned by revenue officers for relief of a poor man whose house have been destroyed by fire, natural calamity. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. അങ്ങനെ കൊടുക്കുന്ന തുകേനെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്നാണ് അതിന്റെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഡിസ്ക്രിഷണറി ഗ്രാന്റ്. 55ാമത്തെ ചോദ്യം, ഡിസ്ക്രിഷണറി ഗ്രാന്റ്സ് ബൈ റവന്യൂ ഓഫീസേഴ്സ് ഷുഡ് ബി ഡ്രോൺ ഇൻ ബിൽ ഫോം നമ്പർ. ബിൽ ഫോം നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്, TR 42. 56ാമത്തെ ചോദ്യം, the financial aid to private institutions and local bodies for public purposes carried out by them is known as. അതിനാണ് നമ്മൾ ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ. 57ാമത്തെ ചോദ്യം, the state may make grants in aid for activities carried on private institutions in conformity with the. ഓപ്ഷൻ എ ആർട്ടിക്കിൾ. ഏത് ആർട്ടിക്കിളാണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ആർട്ടിക്കിൾ 282 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. 58ാമത്തേത്, the time limit for the submission of audited accounts to the countersigning authority from the expiry of the period fixed for the utilization of the grantees.
യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് വിത്തിൻ 9 months ആണ്. ഓപ്ഷൻ ഡി 9 months ആണത്. 59ാമത്തെ ചോദ്യം, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് റിലേറ്റിംഗ് ടു ഗ്രാൻസ് ഇൻ എയ്ഡ് നോട്ട് എക്സീഡിംഗ് ₹2 lakhs ഷുഡ് ബി വാച്ച്ഡ് ബൈ ഓൾ ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഓപ്ഷൻ എ. 60ാമത്തേത്, എവറി ബോഡി ഓർ അതോറിറ്റി റിസീവിംഗ് ഗ്രാൻഡ് ഇൻ എയ്ഡ് ഓഫ് ₹25 lakh or more during a financial year shall submit to the principal accountant general by dash of the succeeding year their annual accounts for the relevant financial year. അത് 31st ജൂലൈന് മുൻപായിട്ടാണ് അത് കൊടുക്കേണ്ടത്. 61ാമത്തെ ചോദ്യം, ഇംപ്ലൈഡ് കണ്ടീഷൻസ് ഓഫ് എവറി ഗ്രാൻഡ് മെയ്ഡ് ഫോർ എ സ്പെസിഫിക് ഒബ്ജക്റ്റ് ആർ. അതിൻ്റെ ഇംപ്ലൈഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന്. ഓപ്ഷൻ എ, ഗ്രാൻഡ് വിൽ ബി സ്പെൻഡ് ഫോർ ദ ഒബ്ജക്റ്റ് വിത്തിൻ ദ ടൈം ഫ്രെയിം ഫിക്സഡ്. സർക്കാർ പറഞ്ഞിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ ഉപയോഗിക്കണം. അൺസ്പെൻഡ് എമൗണ്ട് ഓഫ് ദ ഗ്രാൻഡ് വിൽ ബി ഡ്യൂലി സറണ്ടേഡ് ടു ദ ഗവൺമെന്റ്. എന്തെങ്കിലും ചെലവഴിക്കാത്ത തുകയുണ്ടെങ്കിൽ സർക്കാരിലേക്ക് തിരിച്ച് അടയ്ക്കേണ്ടതാണ്. ഓപ്ഷൻ സി കണ്ടോ, കണ്ടീഷൻസ് അറ്റ് എ ആൻഡ് ബി ടുഗദർ, എയും ബിയും പാലിക്കണമെന്നാണ് പറയുന്നത്. 62ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ബുക്സ് ഇൻ സ്റ്റോക്ക് ഇൻ എ ലൈബ്രറി ടു ബിക്കം എലിജിബിൾ ഫോർ റെസിപ്റ്റ് ഓഫ് ആനുവൽ ഗ്രാൻഡ് ഫ്രം ദ ഗവൺമെന്റ്. ഗവൺമെന്റിൽ നിന്ന് ആനുവൽ ഗ്രാൻഡ് ലഭിക്കണമെങ്കിൽ ഉണ്ടാകേണ്ട മിനിമം നമ്പർ ഓഫ് ബുക്സ് ആണ്. ഓപ്ഷൻ ഡി 600 ആണ്. 63ാമത്തെ, പർച്ചേസിംഗ് ഓഫീസർ ഷുഡ് കോൾ ഫോർ ടെൻഡേഴ്സ് ഫോർ പർച്ചേസ് ഓഫ്. ഓപ്ഷൻ സി, പർച്ചേസ് ഓഫ് ഇലക്ട്രിക്കൽ ഐറ്റംസ് ഫോർ ഗവൺമെന്റ് യൂസ്. അതായത് മറ്റ് കേസുകളിൽ അവിടെ എന്ത് വേണ്ട, അതിന് ടെൻഡർ വേണ്ട. കണ്ട, യൂണിഫോം ഫോർ നഴ്സിംഗ് സിസ്റ്റേഴ്സ് ഇൻ ദ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അതുപോലെ പർച്ചേസ് ഓഫ് ബുക്സ് ആൻഡ് പീരിയോഡിക്കൽസ് ഇൻ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻവോൾവിംഗ് ലെസ് ദാൻ ₹1000 അറ്റ് എ ടൈം, അതുപോലെ കൺട്രോൾ സ്റ്റോഴ്സ് ഫ്രം കൺട്രോൾ സ്റ്റോക്സ്. ഇതിനൊന്നും ടെൻഡർ വേണ്ട. ടെൻഡർ വേണ്ടത് ഓപ്ഷൻ സി ആണ്. 64ാമത്തേത്, ഹൗ ഷുഡ് എ പർച്ചേസിംഗ് ഓഫീസർ ഒബ്റ്റെയിൻ സ്റ്റോർസ്. അദ്ദേഹത്തിന്റെ രീതി എന്താണ്, എങ്ങനെയാണ് അദ്ദേഹം സ്റ്റോർസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ്. ഓപ്ഷൻ ബി, by calling for tenders. 65ാമത്തെ ചോദ്യം, എ പർച്ചേസിംഗ് ഓഫീസർ obtains stores by calling tender, but there is an exception in calling tenders. ടെൻഡേഴ്സ് വിളിക്കേണ്ടാത്ത സന്ദർഭങ്ങളാണ്. ഇതിൻ്റെ വീഡിയോ ലെസൺസിൽ ഞാൻ വളരെ വിശദമായി പറഞ്ഞു പോയിട്ടുണ്ട്. ഓപ്ഷൻ എ, പർച്ചേസ് ഓഫ് യൂണിഫോം ഫോർ നഴ്സിംഗ് സിസ്റ്റേഴ്സ് ഇൻ ഹോസ്പിറ്റൽ, ടെൻഡർ വേണ്ട. പർച്ചേസ് ഫ്രം ഗവൺമെന്റ് സ്റ്റോർസ്, ടെൻഡർ വേണ്ട. കൺട്രോൾ സ്റ്റോർസ് ഫ്രം കൺട്രോൾ സ്റ്റോക്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഡി ആണ്. ഈ സന്ദർഭങ്ങളിലൊന്നും എന്തും വേണ്ട, ടെൻഡർ വേണ്ടാത്ത സന്ദർഭങ്ങളാണ്. 66ാമത്തെ ചോദ്യം, ഇൻ ടെൻഡർ സിസ്റ്റം വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. കണ്ടോ, ഓപ്ഷൻ ബിയും സിയും ഡിയും കണ്ടോ, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഓപ്ഷൻ എ, ക്ലോസ്ഡ് ടെൻഡർ എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. 67ാമത്തേത്, ദ ഡാഷ് സിസ്റ്റം മസ്റ്റ് ബി യൂസ്ഡ് ആസ് എ ജനറൽ റൂൾ ആൻഡ് മസ്റ്റ് ബി അഡോപ്റ്റഡ് ഇൻ ദ പർച്ചേസ് ഓഫ് സ്റ്റോർസ്. സ്റ്റോർസ് പർച്ചേസിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഓപ്പൺ ടെൻഡർ സിസ്റ്റമാണ്. 68ാമത്തേത്, വെൻ ഷുഡ് ബി ടെൻഡർ കോൾ ഫോർ ബൈ പർച്ചേസിംഗ് ഓഫീസർ ഫോർ പർച്ചേസ് ഓഫ് സ്റ്റോർസ് വാല്യൂഡ് അബവ് ₹1 lakh. 1 ലക്ഷത്തിന് മുകളിലുള്ള പർച്ചേസുകൾക്കാണ് ടെൻഡർ വിളിക്കേണ്ടത്. 69ാമത്തെ ചോദ്യം, ടെൻഡർ ഷുഡ് ബി ഇൻവൈറ്റഡ് ഇഫ് ദ എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ദ സ്റ്റോർ ടു ബി പർച്ചേസ് ഈസ് ഡാഷ് ഓർ അബവ് ₹10,000 ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. 71ാമത്തെ ചോദ്യം, ദ സിസ്റ്റം ഓഫ് ടെൻഡർ ടു ബി അഡോപ്റ്റഡ് വെൻ ദ എസ്റ്റിമേറ്റഡ് വാല്യൂ ടു ദ കോൺട്രാക്ട് ഈസ് ബിറ്റ്വീൻ ₹1 lakh to less than ₹10 lakh. 1 ലക്ഷത്തിന് മുകളിൽ 10 ലക്ഷത്തിന് താഴെ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് ലിമിറ്റഡ് ടെൻഡർ സിസ്റ്റം. 72ാമത്തേത്, ലിമിറ്റഡ് ടെൻഡർ സിസ്റ്റം മേ ബി അഡോപ്റ്റഡ് വെൻ ദ ആർട്ടിക്കിൾസ് ആർ ഇൻ അർജന്റ് നീഡ്. വളരെ അത്യാവശ്യമായിട്ട് സാധനങ്ങൾ വാങ്ങേണ്ടി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ലിമിറ്റഡ് ടെൻഡർ സിസ്റ്റം. ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. അതിൽ ഫോൾസ് ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. എ റീഫണ്ട് ഓഫ് റവന്യൂ വിച്ച് ഈസ് ലീഗലി എൻറ്റൈറ്റിൽഡ് ഷുഡ് ബി സാങ്ഷൻഡ് ഓൺ ആപ്ലിക്കേഷൻ ഇവൻ ഇഫ് ഇറ്റ് ഈസ് ടൈം ബാർഡ്. ടൈം ബാർഡ് ആണെങ്കിൽ അതൊരിക്കലും സാങ്ഷൻ ചെയ്യാൻ പാടില്ല. 74ാമത്തേത്, റീഫണ്ട്സ് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റോപ്പേജസ് റിക്കവേർഡ് ഇൻ എക്സസ് ഫ്രം പേഷ്യൻസ് അഡ്മിറ്റഡ് ടു ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആർ മെറ്റ് ഫ്രം. ഓപ്ഷൻ ബി ആണ്. പെർമനന്റ് അഡ്വാൻസ് ഓഫ് ദ സൂപ്രണ്ടന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ കൺസേൺ. അദ്ദേഹത്തിന്റെ പെർമനന്റ് അഡ്വാൻസിൽ നിന്നാണ് അത് തിരികെ കൊടുക്കേണ്ടത്. 75ാമത്തേത്, അബാൻഡൻമെന്റ് ഓഫ് ക്ലെയിംസ് ഓഫ് റവന്യൂ വിതൗട്ട് എക്സോസ്റ്റിംഗ് ഓൾ അവന്യൂസ് ഓഫ് റിക്കവറി ഈസ് കോൾഡ്. അതിനാണ് നമ്മൾ ഓപ്ഷൻ ബി റെമിഷൻ ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. റെമിഷൻ ഓഫ് റവന്യൂ ശ്രദ്ധിക്കണം, അതിന്റെ ഡെഫിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. 76 ആ ചോദ്യം തന്നെ വീണ്ടും തിരിച്ചു ചോദിച്ചിരിക്കുകയാണ്. റെമിഷൻ ഓഫ് റവന്യൂ ഈസ് ദ അബാൻഡൻമെന്റ് ഓഫ് ക്ലെയിംസ് ഓഫ് റവന്യൂ അറൈസിംഗ് ഫ്രം ഡാഷ് without exhausting all avenue of recovery, taxation of loss, services rendered, land revenue. ഇതെല്ലാം ആവാം. ഓൾ ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ. 77ാമത്തേത്, റെമിഷൻ ഓഫ് റവന്യൂ മീൻസ് വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. എൻ്റെ സ്റ്റേറ്റ്മെന്റ് ആണത്. ഡെഫിനേഷൻ,
Abandonment of claims of revenue without exhausting all avenues of recovery. Option B ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സെഗ്മെന്റ് ആണ് ഈ റെമിഷൻ ഓഫ് റവന്യൂ. എല്ലാ പരീക്ഷയും ചോദിച്ചു കാണുന്നുണ്ട്. 78ാമത്തെ ചോദ്യം. Dash is the abandonment of claims of revenue without exhausting all avenues of recovery. ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 4ാമത്തെ ചോദ്യമാണ് അത്. വീണ്ടും റെമിഷൻ ഓഫ് റവന്യൂ തന്നെയാണ്. ഓപ്ഷൻ ഡി. 79ാമത്തെ ചോദ്യം. Every head of department should submit annually to the Accountant General a statement showing the remissions of revenue sanctioned during the preceding financial year on or before the 1st June. Option B. 80ാമത്തെ ചോദ്യം. Dash is the forsaking of recovery of overpayments and other similar claims without exploring all possible means of recovery. ഇത് അറിയപ്പെടുന്നത് waiver of revenue ആണ്. അപ്പോൾ waiver of revenue, remission of revenue രണ്ടും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതിൽ. എപ്പോഴും പരീക്ഷ ചോദിച്ചിട്ടുണ്ട് ഇത് രണ്ടും. 81ാമത്തെ ചോദ്യം. A statement showing the waivers of revenue sanctioned during the preceding financial year should be submitted by every head of department to the Accountant General on or before. AGK റിപ്പോർട്ട് കൊടുക്കേണ്ടത് എന്നാണ്? The 1st June ആണ്. 4ാം തീയതിയോ അതിന് മുമ്പായിട്ട് കൊടുക്കണം. 82ാമത്തെ ചോദ്യം. It shall be the duty of Controller and Auditor General of India to audit all receipts which are payable to Consolidated Fund of India, Consolidated Fund of State, Union Territory having legal assembly. ഇതെല്ലാ കേസിലും എന്ത് ചെയ്യണം? ഇതിന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ചെയ്യേണ്ടതാണ്. ഓൾ ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ. 83ാമത്തേത്. ഫിനാൻഷ്യൽ ഇയർ ഈസ് ഡിഫൈൻഡ് ഇൻ ആർട്ടിക്കിൾ ഡാഷ് ഓഫ് കേരള ഫിനാൻഷ്യൽ കോഡ്. ആർട്ടിക്കിൾ 3ലാണ് അതിൻ്റെ ഡെഫിനേഷൻ വരുന്നത്. 84ാമത്തെ ചോദ്യം. The last payment made to a contractor in full settlement of the account relating to his contract when the contract has been completed is called. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫൈനൽ പേയ്മെന്റ്. ഒത്തിരി വട്ടം പരീക്ഷ ചോദിച്ചിട്ടുള്ള സെഗ്മെന്റ് ആണ് ഫൈനൽ പേയ്മെന്റ്. 85ാമത്തെ ചോദ്യം. Any person serving in connection with affairs of the state is called. അതിന് ഗവൺമെന്റ് സർവന്റ് ഡെഫിനേഷൻ ആണ്. KFCയുടെ ബുക്ക് തുടങ്ങുന്ന ആ ഭാഗത്തിന്റെ ഡെഫിനേഷൻസിൽ വരുന്നതാണത്. 86ാമത്തെ ചോദ്യം അത് തന്നെയാണ്. Every person who is authorized to receive, keep, carry or spend monies on behalf of the government. അതിനെ വിളിക്കുന്നതാണ് ഗവൺമെന്റ് സർവന്റ്. ഓപ്ഷൻ എ. 87ാമത്തെ ചോദ്യം. ഗവൺമെന്റ് അക്കൗണ്ട് ഈസ് ദ ടോട്ടൽ ഓഫ്. ഗവൺമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് ആൻഡ് ദ പബ്ലിക് അക്കൗണ്ട്. ഓപ്ഷൻ ഡി. 88ാമത്തെ ചോദ്യം. A state touring officer who is appointed solely or mainly for performing specified duties of inspection which involve touring and includes an officer who has been specially authorized to conduct inspection of any office is called. അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്പെക്ടിംഗ് ഓഫീസർ. ഓപ്ഷൻ ബി. 89ാമത്തെ ചോദ്യം. ലോക്കൽ ബോഡി മീൻസ്. താഴെ തന്നിരിക്കുന്നത് ഏതാണ് ലോക്കൽ ബോഡിയുടെ കാറ്റഗറിയിൽ വരുന്നത്? ഓപ്ഷൻ ഡി. കോർപ്പറേഷൻസ്, മുനിസിപ്പാലിറ്റീസ് ആൻഡ് പഞ്ചായത്ത്സ്. 90ാമത്തെ ചോദ്യം. എക്സാമ്പിൾ ഫോർ എ ലോക്കൽ ബോഡി ഈസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോക്കൽ ബോഡി ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി. പഞ്ചായത്താണ് അതിൻ്റെ ലോക്കൽ ബോഡി എന്ന് പറയുന്നത്. 91. ഓൾ എക്സ്പെൻഡിച്ചർ അതർ ദാൻ ദാറ്റ് ഫാളിംഗ് അണ്ടർ പേ ആൻഡ് അലവൻസസ്, കണ്ടിജൻസീസ് ആൻഡ് വർക്ക് ഈസ് കോൾഡ്. അതിനാണ് മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ തന്നെ മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ എന്നാണ്. ചാപ്റ്റർ തുടങ്ങുന്നതും അങ്ങനെയാണ്. അതിൻ്റെ ഡെഫിനേഷനാണ് അത്. 92ാമത്തെ ചോദ്യം. ലോക്കൽ ഫണ്ട് മീൻസ്. കണ്ടോ? ഫണ്ട്സ് റേസ്ഡ് ലോക്കലി, ഫണ്ട്സ് ഓപ്പറേറ്റഡ് ബൈ ലോക്കൽ ഫണ്ട്, ഫണ്ട്സ് ഓപ്പറേറ്റഡ് ബൈ ഓട്ടോണമസ്. ഇതൊന്നുമല്ല ലോക്കൽ ഫണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനേഷൻസിൽ വരുന്നതല്ല അത് ലോക്കൽ ഫണ്ട്. നൺ ഓഫ് ദ എബോവ് ആണ് അതിൻ്റെ. ഓപ്ഷൻ ഡി. 93. When an objection slip or letter is received from the Accountant General, it should be registered. Option D. As a new case in the personal register and in the audit objection register as well. 94ാമത്തേത്. How many audit objection registers are to be maintained in an office to watch the clearance of audit objections? ഒരു ഓഫീസിൽ എത്ര ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റേഴ്സ് കീപ്പ് ചെയ്യണമെന്നാണ് ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള, എപ്പോഴും ചോദിക്കുന്ന, ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ഒറ്റ രജിസ്റ്റർ മാത്രം മതി അതിനകത്ത്. ഓപ്ഷൻ സി 1 ആണ് അതിന് കറക്റ്റ് ആൻസർ. 95ാമത്തെ ചോദ്യം. ദ ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ ഷുഡ് ബി റിവ്യൂഡ് ബൈ ദ ഹെഡ് ഓഫ് ഓഫീസ്. ഇതും ഒത്തിരി വട്ടം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് ഓപ്ഷൻ ബി. മന്ത്ലി ആണ് ഓഡിറ്റ് ഒബ്ജക്ഷൻ രജിസ്റ്റർ ഹെഡ് ഓഫ് ഓഫീസ് റിവ്യൂ ചെയ്ത് വെക്കേണ്ടത്. 96ാമത്തെ ചോദ്യം. പേയ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ് ഡ്യൂ ടു വൺ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ബൈ അനദർ ഡിപ്പാർട്ട്മെന്റ് ഷാൽ ഓർഡിനറിലി ബി മെയ്ഡ്. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പേയ്മെന്റ്സ് നടത്തുന്നതിന് നമ്മൾ പറയുന്ന ഓപ്ഷൻ സി ബുക്ക് ട്രാൻസ്ഫർ. ബുക്ക് ട്രാൻസ്ഫർ എന്താണെന്നൊക്കെ
വളരെ വിശദമായി ഞാൻ എൻ്റെ വീഡിയോ ലെസൺസിൽ പറഞ്ഞു പോയിട്ടുണ്ട്. 97 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിപ്പാർട്ട്മെൻറ്റ്സ് സെറ്റിൽ ദ ക്ലെയിം എഗെയിൻസ്റ്റ് ഇറ്റ് ത്രൂ ചെക്ക്. അത് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. 98 A statement of estimated receipts and expenditure of the state for each financial year is known as. അതിനാണ് നമ്മൾ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. 99 ചോദ്യം an agency subject is a subject administered by the state government on behalf of ഓപ്ഷൻ ഡി യൂണിയൻ ഗവൺമെൻറ്. യൂണിയൻ ഗവൺമെൻറ്റിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത് ഏജൻസി സബ്ജക്റ്റ് എന്ന് പറയുന്നത്. 100 ചോദ്യം ഇൻ വിച്ച് മന്ത് ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ സർക്കുലർ ഫോർ പ്രിപ്പയറിംഗ് ദ ബഡ്ജറ്റ്. ആ ചോദ്യം വീണ്ടും വന്നിരിക്കുകയാണ്. അത് ഓപ്ഷൻ ബി ജൂലൈ ആണ്. അപ്പോൾ ഇതോടെ ഇതിൽ ചില ചോദ്യങ്ങൾ വിട്ടുപോയെന്ന് കാണാം. അത് PSC തെറ്റുമൂലം ഒഴിവാക്കിയിരിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ KFC കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1 and 2 ആൻഡ് കേരള ബജറ്റ് മാനുവൽ, ഇതാണ് അക്കൗണ്ടസ്റ്റ് ഹയറിലെ ആ പേപ്പർ. അതിൻ്റെ ചോദ്യപേപ്പറാണത്. ജൂലൈ 2021 നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് നന്നായി പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.